പാർത്ഥസാരഥിരൂപേണ ശ്രാവയിത്വാ ശുഭാം ഗിരം പാർത്ഥസ്യാർത്തിഹരോ ദേവഃ കൃപാമൂർത്തിഃ സ പാതു നഃ. ഹരി ഓം. അഞ്ചാം അധ്യായത്തിലെ ആദ്യത്തെ ശ്ലോകം അർജുനന്റെ സംശയം നമ്മൾ കണ്ടു. ജീവന് മുക്തിക്കായിട്ട് 3 മാർഗങ്ങളാണ് ഭാഗവതത്തിൽ പറയണത്. ജ്ഞാനയോഗം, ഭക്തിയോഗം, കർമ്മയോഗം. ഈ 3നും ആരൊക്കെയാണ് അധികാരികൾ എന്നും അധികാരികളെ വകംതിരിച്ച് പറയുന്നു. വിഷയങ്ങളിൽ അത്യധികം ആസക്തിയുള്ളവര്, അത്യധികം എന്ന് പറയണ്ട, ആസക്തിയുള്ളവര്, അതേസമയം ശ്രേയോമാർഗം അറിയുകയും ചെയ്തു കഴിഞ്ഞു. ലോകത്തിലെ അനേക ബന്ധങ്ങളും ഉണ്ട്, പ്രവൃത്തി ചെയ്യാനുണ്ട്, ഒരുപാട് കെട്ടുപാടുകളുണ്ട്. അവർക്ക് കർമ്മയോഗമാണ് അവർക്കുള്ള മാർഗം. വിഷയങ്ങളിൽ ആസക്തി ഒട്ടും തന്നെ ഇല്ലെങ്കിൽ, തീവ്ര വൈരാഗ്യം ഉണ്ടെങ്കിൽ, എളുപ്പത്തിൽ പ്രകൃതിയുടെ ബന്ധത്തിൽ നിന്ന് വിട്ടുവരുന്നവർക്ക് ജ്ഞാനയോഗം അവർക്ക് സാധ്യമാകും. തീവ്രമായ വിഷയാസക്തി ഇല്ല, എന്നാൽ ഒട്ടുമില്ലെന്ന് പറയാനും വയ്യ എങ്കിൽ അങ്ങനെയുള്ളവർക്കാണ് ഈ ഭക്തിമാർഗം എന്നാണ് ഭാഗവതകാരൻ 3 വിധത്തിൽ പറയണത്. ഭഗവത്ഗീതയില് പൊതുവെ 2ആയിട്ടാണ് ഭഗവാൻ തിരിച്ചിരിക്കുന്നത്: കർമ്മനിഷ്ഠയും ജ്ഞാനനിഷ്ഠയും. നിഷ്ഠ എന്നാണ് ഭഗവാൻ വാക്ക് പറയണത്. അതായത് അതുകൊണ്ട് നിഷ്ഠ ഉണ്ടാവണം. നിഷ്ഠ എന്നും യോഗമെന്നും 2 വാക്ക്. യോഗം എന്ന് വെച്ചാൽ സമസ്ഥിതി, അതായത് നമ്മളുടെ നാച്ചുറൽ സ്റ്റേറ്റ്. നമ്മളിപ്പോ അൺനാച്ചുറൽ ആണ് എന്നാണ് ഋഷികൾ പറയണത്. നമ്മൾ നാച്ചുറൽ ആണെന്ന് ധരിച്ചിരിക്കുന്നു, നമ്മളിപ്പോ അബ്നോർമൽ ആണെന്നാണ്. നമ്മളുടെ നാച്ചുറലായ സ്ഥിതി, വാസ്തവത്തിലുള്ള സ്ഥിതി യോഗമാണ്. സമത്വം യോഗ ഉച്യത്തെ. യോഗത്തിന് ഒരുപാട് ഡെഫിനിഷൻസ്. യോഗ ചിത്തവൃത്തി നിരോധ എന്ന് പതഞ്ജലി മഹർഷി യോഗത്തിനൊരു ഡെഫിനിഷൻ കൊടുത്തു. ദുഃഖസംയോഗ വിയോഗം യോഗസംജ്ഞിതം എന്ന് കൃഷ്ണൻ തന്നെ ഗീതയിൽ യോഗത്തിന് ഡെഫിനിഷൻ കൊടുത്തു. സമത്വം യോഗ ഉച്യത്തെ എന്നും പറഞ്ഞു. ചുരുക്കത്തിൽ നമ്മൾ പൂർണ്ണമാവുന്ന ഒരു സ്ഥിതിക്ക് പേരാണ് യോഗം. ദ്രഷ്ടുഹു സ്വരൂപേ അവസ്ഥാനം യോഗ എന്ന് പതഞ്ജലി തന്നെ പറയുന്നുണ്ട്. തഥാ ദ്രഷ്ടുഹു സ്വരൂപേ അവസ്ഥാനം. നമ്മളല്ലാതെ ആക്കി തീർക്കുന്നത് എന്താ? ചിത്തവൃത്തികളാണ്. നമ്മളുടെ അകമയ്ക്ക് നിത്യനിരന്തരം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന വിചാരങ്ങൾ, ചിത്തവൃത്തികൾ. അതാണ് അർജുനനും പറയണത് ചഞ്ചലം ഹി മനഃ കൃഷ്ണ. ഈ 3 കാറ്റഗറിയിൽ ഭക്തൻ, ജ്ഞാനി, യോഗി എന്നൊക്കെ പറഞ്ഞല്ലോ. അർജുനൻ ഏറ്റവും നമ്മളുടെ വശത്തിൽപ്പെട്ട ഒരു കാറ്റഗറിയിൽപ്പെട്ട ആളാണ്. അർജുനന് വിഷയാസക്തി പോയി എന്ന് പറയാൻ വയ്യ. ഇപ്പൊ ഗീത കേൾക്കുന്നുണ്ടെങ്കിലും അർജുനന് വിഷയാസക്തിയൊന്നും പോയിട്ടൊന്നുമില്ല. ഇവരെയൊക്കെ കൊല്ലില്ലെന്നും യുദ്ധം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഒക്കെ പറയുന്നുണ്ടെങ്കിലും
ഇവരെയൊക്കെ കൊന്നിട്ട് എനിക്ക് ഭോഗം വേണ്ട എന്ന് പറയണു, അത്രേ ഉള്ളൂ. ഭോഗം നിശ്ചയമായും വേണ്ട എന്ന് അർജുനൻ പറഞ്ഞിട്ടില്ല. അർജുനൻ അതുകൊണ്ട് തന്നെ പറയുന്നു, ചഞ്ചലം ഹി മനഃ കൃഷ്ണ എന്ന് പറയണു. മനസ്സ് ചഞ്ചലമാണ് കൃഷ്ണ. എന്റെ ബന്ധുക്കളെ വധിക്കാൻ ഞാൻ തയ്യാറല്ല, അവരെ വധിച്ചിട്ടുള്ള ഭോഗം എനിക്ക് വേണ്ട. ഭോഗം തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും വേണ്ട എന്ന് പറഞ്ഞില്ല. ആ അർത്ഥം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഭഗവാനും ഭുങ്ഷ്വേഹ ഭോഗാൻ, അർജുനൻ തന്നെ പറഞ്ഞു, നമ്മൾ ഭോഗം അനുഭവിച്ചാലും രുതിരപ്രതിഗ്ധാൻ ഭോഗാൻ എന്നൊക്കെ പറഞ്ഞു. കൃഷ്ണനും പറഞ്ഞു, ഇവിടെ യുദ്ധം ജയിച്ചിട്ട് സുഖമായി ഈ ലോകത്തിൽ യശസ് അനുഭവിച്ചു കൊള്ളുക, അതിനുള്ള ആഗ്രഹമൊക്കെ അർജുനന്റെ ഉള്ളിലുണ്ട്. അപ്പൊ അർജുനനെ അതുകൊണ്ടാണ് ഭഗവാൻ കർമ്മണ്യേവ അധികാരസ്ഥേ എന്ന് പറഞ്ഞത്. നിനക്ക് കർമ്മയോഗമാണ് നിനക്ക് വിധിച്ചിട്ടുള്ളത്. ദേഹമാണ് ഞാനെന്ന് കരുതുന്നവരെ ആ ദേഹം കൊണ്ട് പ്രവർത്തിക്കുക, തനിക്ക് വേണ്ടി പ്രവർത്തിക്കരുത്. തനിക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ ബന്ധപ്പെടും. പരോപകാരാർത്ഥമിതം ശരീരം, ആർക്കെങ്കിലും വേണ്ടിയൊക്കെ പ്രവർത്തിച്ചോളുക. അതിൽ തന്റെ അഭിമാനം കൂടിക്കലരാതെ ഇരുന്നാൽ സ്വതന്ത്രനാവും, കർമ്മബന്ധം ഒഴിഞ്ഞു പോകും. തന്റെ അഭിമാനത്തിന് വേണ്ടി പ്രവർത്തിക്കാതിരുന്നാൽ തന്നെ ജീവന് വിമുക്തി മാർഗം തുറന്നു കിട്ടിക്കൊള്ളും. അതാണ് കർമ്മയോഗത്തിന്റെ സീക്രട്ട്. അത് അർജുനൻ അത്തരത്തിലുള്ള ആളാണ്. ഉദ്ധവരാവട്ടെ വാർദ്ധക്യവുമായി കഴിഞ്ഞു, വിരക്തനുമായി കഴിഞ്ഞു. ഭഗവാനിൽ അത്യധികം ഭക്തി കൊണ്ട് വേറെ ഒന്നിലും ആഗ്രഹമില്ലാതായതുകൊണ്ട് ഉദ്ധവർക്ക് ജ്ഞാനയോഗം ഉപദേശിച്ചു ഭാഗവതത്തില്. ഗോപസ്ത്രീകൾക്ക് ആസക്തിയുണ്ട്. ആ ആസക്തി കൃഷ്ണാഭിമുഖമായി തീർന്നതുകൊണ്ട് അവർക്ക് ഭക്തിമാർഗത്തിനെ തിരിച്ചുവിട്ടു. എങ്ങനെങ്കിലും നമ്മൾ പൂർണ്ണതയെ കണ്ടെത്തണം. പൂർണ്ണത എവിടെ ഉണ്ട്? നമ്മളുടെ സ്വരൂപം തന്നെ പൂർണ്ണമാണ്. പൂർണ്ണത പുറത്തുനിന്നും കൊണ്ടുവരേണ്ടതല്ല. നമ്മളുടെ സ്വസ്വരൂപം തന്നെ പൂർണ്ണതയാണ്. ആത്മാവിന്റെ സ്വഭാവം, സ്വാഭാവികമായ പൂർണ്ണതയെ റെക്കഗ്നിഷൻ, കണ്ടെത്തുക, പ്രത്യഭിജ്ഞ ആണ് ജ്ഞാനം. അത് ജ്ഞാനയോഗത്തിലൂടെയോ ഭക്തിയോഗത്തിലൂടെയോ കർമ്മയോഗത്തിലൂടെയോ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളല്ലാത്ത വസ്തുക്കളോടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടാൽ സ്വരൂപേ അവസ്ഥാനം, താൻ തന്നിലിരിക്കും, തന്റെ സ്വരൂപം പ്രകാശിക്കും. അപ്പോ ചഞ്ചലം ഹി മനഃ കൃഷ്ണ എന്ന് പറഞ്ഞു അർജുന. മനസ്സ് ചഞ്ചലമാണ്, ശാന്തിയില്ല. മനസ്സ് ശാന്തമാവുമ്പോഴാണ് സുഖം ഉണ്ടാവുന്നത് എന്ന് അറിയുന്നത് കൊണ്ടാണല്ലോ അത് പറയണത്. പരോഹി യോഗ മനസ്സ സമാധി. മനസ്സ് ശാന്തമാവുമ്പോ സുഖം ഉണ്ടാവും. മനസ്സ് എന്തുകൊണ്ട് ചഞ്ചലാവണോ? ചഞ്ചലമാവാൻ കാരണം എന്താണ്? പ്രധാനമായ കാരണം നമ്മളുടെ ഉള്ളിൽ തന്നെ ഉള്ള ഭോഗവാഞ്ചയാണ്. ബാക്കിയൊക്കെ സെക്കൻഡറിയാണ്. പുറത്തുനിന്ന് വിഷയങ്ങൾ നമ്മളെ ആകർഷിക്കുന്നതും ലോകജീവിതവും ഇതൊക്കെ തന്നെ പുറമേ നിന്നും വരുന്നതാണ്. മുഖ്യമായ കാരണം നമ്മളുടെ ഉള്ളിലാണ്. ആ ഭോഗവാഞ്ചയിൽ വൈരാഗ്യം ഉണ്ടാവുമ്പോൾ മനസ്സ് താനേ അടങ്ങും. വൈരാഗ്യം എങ്ങനെ ഉണ്ടാവും? വിവേകം ഉണ്ടായാലേ വൈരാഗ്യം ഉണ്ടാവുള്ളൂ. എല്ലാവർക്കും ഒരു ഗുരുവേ ഉള്ളൂ, വിവേകം എന്ന ഗുരുവേ ഉള്ളൂ. ബാഹ്യമായ ഒരു ഗുരു വന്നാലും ആ ഗുരുവിന് അകമേയുള്ള വിവേകത്തിനെ ഉണർത്തിത്തരാനേ പറ്റുള്ളൂ. സ്വയം കണ്ണില്ലാത്തതിന്റെ മുമ്പില് കണ്ണാടി കാണിച്ചിട്ട് എന്ത് കാര്യം? അല്ലേ? യസ്യനാസ്തി സ്വയം പ്രജ്ഞ ശാസ്ത്രം തസ്യ കരോതി കിം ലോചനാഭ്യാം വിഹീനസ്യ ദർപ്പണഃ കിം കരിഷ്യതി. ആർക്ക് കണ്ണില്ലയോ അവന്റെ മുമ്പില് കണ്ണാടി കാണിച്ചിട്ട് എന്ത് കാര്യം? ആർക്ക് സ്വയം ഉള്ളിലുള്ള പ്രജ്ഞ ഉണർന്നിട്ടില്ലയോ അയാൾക്ക് ശാസ്ത്രം തസ്യ കരോതിക്കും, ശാസ്ത്രം കയ്യിൽ കൊടുത്താലും അയാൾക്ക് എന്തറിയും? അപ്പൊ ആദ്യം പ്രജ്ഞ ഉണരണം. പ്രജ്ഞ എങ്ങനെ ഉണരും? വിവേകം എങ്ങനെ ഉണരും? വിവേകം ഉണരണമെങ്കിൽ വിവേകം എന്ന് പറയുന്നത് തന്നെയാണ് ബുദ്ധി, മനീഷ, മേധ എന്നൊക്കെ പല പേരിലും പറയപ്പെടുന്നു. ഇത് നമ്മളുടെ ഉള്ളിൽ, എല്ലാവരുടെ ഉള്ളിലും ഉറങ്ങിക്കിടക്കുന്നുണ്ട് ഈ വിവേകം എന്നുള്ള ശക്തി. അത് ഉണർന്നു കഴിയുമ്പോൾ ശ്രദ്ധ,
നമ്മളുടെ ഹിതത്തിനെ കുറിച്ച് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കും. അതായത് നമ്മളുടെ ഹിതം ചിന്തിക്കുമെന്നർത്ഥം. ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് ഹിതമല്ല, പ്രിയമാണ് ചിന്തിക്കുന്നത്. എനിക്ക് എങ്ങനെയാണെങ്കിൽ പ്രിയമുണ്ടാവും, സുഖമുണ്ടാവും എന്നാ ചിന്തിക്കുന്നത്. ശ്രദ്ധ ഉണരുമ്പോ എനിക്ക് ഹിതകരമായിട്ടുള്ളത് എന്താണ്, അപ്പോഴാണ് ആത്മൈവ ഹ്യാത്മനോ ബന്ധുഹു എന്ന് കൃഷ്ണൻ അടുത്ത അധ്യായത്തിൽ പറയാൻ പോണത്. അപ്പൊ അവനവൻ തന്നെ ബന്ധുവായിട്ട് തീരും. ഇപ്പൊ അവനവൻ തന്നെ അവനവന് ശത്രുവായിട്ട് ഇരിക്കുകയാണ്. അവനവൻ തന്നെ അവനവന് ബന്ധുവാവുന്നത് എപ്പോഴാണ്? ഞാൻ എന്നെ ഉദ്ധരിക്കാൻ അങ്ങോട്ട് തീരുമാനിക്കുമ്പോ ആ ശ്രദ്ധ എന്നിൽ ഹിതകാരിണീ ശക്തി, ഭഗവാന്റെ ഹിതകാരിണീ ശക്തി എന്നിൽ ഉണരുമ്പോ ഞാൻ എനിക്ക് ഹിതം ചെയ്യാനായിട്ട് തീരുമാനിക്കുകയും അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ തുടങ്ങുകയും ചെയ്യുന്നു. അതാണ് വിവേകം എന്ന് പറയുന്നത്. ആ വിവേകം ഉദിക്കണമെങ്കിൽ ആദ്യം ലോകത്തിൽ വിഷാദയോഗം ഉണ്ടാവണം. വിഷാദയോഗമാണ് ആദ്യപടി. സാധാരണ വഴി എങ്ങനെയാണ്? ദുഃഖം ഉണ്ടായി കഴിയുമ്പോ, കുറെ ദുഃഖിച്ചു കഴിയുമ്പോ ജീവൻ പതുക്കെ ചോദിക്കുകയാണ്, എന്തിനാണ് ഈ ദുഃഖം വരണത്? ന ദുഃഖം ദുഃഖായ സ്യാത് എന്നൊരു വചനമുണ്ട്, ഉപനിഷത്ത് വചനം. ന ദുഃഖം ദുഃഖായ സ്യാത്. നമുക്ക് ജീവിതത്തിൽ ദുഃഖം തുടരെ വരുമ്പോ ശ്രുതി പറയണത് ദുഃഖം നിങ്ങളെ ദുഃഖിപ്പിക്കാനല്ല വരണത് എന്നാണ്. ദുഃഖം വരുമ്പോ ആ ദുഃഖത്തിന്റെ പുറകിൽ സ്വാമി രാമതീർത്ഥൻ പറയും, അതിനു പുറകിൽ നിങ്ങൾ തിരിച്ചു നോക്കിയാൽ ഭഗവാന്റെ ഒപ്പ് അവിടെ എവിടെയെങ്കിലുമൊക്കെ കാണണം എന്നാണ്, സിഗ്നേച്ചർ. ആ ദുഃഖം വരുമ്പോ ഭഗവാൻ അതിന് പുറകിൽ എന്തെങ്കിലുമൊക്കെ ഒരു കോഡ് വരച്ചിട്ടാണ് ദുഃഖത്തിനെ നിങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞേക്കണത്. ന ദുഃഖം ദുഃഖായ സ്യാത്. ഈ ദുഃഖം ദുഃഖിപ്പിക്കാൻ വേണ്ടിയല്ല. പിന്നെയോ ദുഃഖമെന്ന് നമ്മൾ വിളിക്കണത് എന്താ? ഇഷ്ടമുള്ള പൊരുൾ നമുക്ക് സുഖം തരാതാവുകയോ നമ്മളെ വിട്ടു പോവുകയോ ചെയ്യുന്നതാണല്ലോ ദുഃഖം, അല്ലേ? അതിനെയാണല്ലോ ദുഃഖം എന്ന് വിളിക്കുന്നത്. നമ്മൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ മരണം, ഇഷ്ടപ്പെട്ടവർക്കുള്ള ബുദ്ധിമുട്ട്, വ്യാധി, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഈ ശരീരത്തിനുള്ള അസ്വാസ്ഥ്യം, ശരീരത്തിന്റെ ആരോഗ്യം നഷ്ടപ്പെടൽ, നമ്മളെ സുഖിപ്പിക്കുന്ന പൊരുളുകൾ നമ്മളെ വിട്ടുപോകൽ, ഇതൊക്കെയാണ് ദുഃഖം. കപില ഭഗവാൻ പറയുന്നത് സാഹങ്കാരസ്യ ദ്രവ്യസ്യ യോ അവസ്ഥാനം അനുഗ്രഹ എന്നൊരു ശ്ലോകമുണ്ട് ഭാഗവതത്തിൽ. ഭാഗവതം അദ്ഭുതമാണ്. അതായത് അതിന്റെ സമ്പ്രദായം എങ്ങനെയാന്ന് വെച്ചാൽ, വ്യാസൻ സമാധിയിലിരുന്നു കൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ഓർഡർ ഒന്നും കാണില്ല. പലതും ഇങ്ങനെ വരിയായി പറഞ്ഞിട്ട് വരുമ്പോ നടുവിൽ ഇങ്ങനെ രത്നങ്ങളാണ്. അത് നമ്മൾക്ക് ഗ്രഹിക്കാനുള്ള പക്വത വേണം. ഭാഗവതം അതുകൊണ്ട് വ്യാഖ്യാനം വെച്ചുകൊണ്ട് പഠിക്കാൻ പാടില്ല. ഭക്തിയോടുകൂടെ, ആദരവോടുകൂടെ, ശ്രദ്ധയോടുകൂടെ നിത്യപാരായണം ചെയ്യുമ്പോ അപ്പൊ കൃപ കൊണ്ട് ഉള്ളിൽ തെളിയും ഓരോന്നും. അങ്ങനെ വേണം തെളിയാൻ. ഗീതയൊക്കെ അങ്ങനെ തന്നെ. സാഹങ്കാരസ്യ ദ്രവ്യസ്യ യോ അവസ്ഥാനം അനുഗ്രഹ. നമുക്ക് അഭിമാനം ഉണ്ടാക്കുന്നതും സാഹങ്കാരദ്രവ്യം എന്ന് വെച്ചാൽ നമ്മൾക്ക് സുഖം തരുന്ന വസ്തുക്കളിലൊക്കെ നമുക്ക് അഹങ്കാരം ഉണ്ടാവും. വസ്തുക്കൾ, വ്യക്തികൾ, അറിവ്, ഇതിലൊക്കെ അഹങ്കാരം ഉണ്ടാവും. ദ്രവ്യം, ക്രിയ, ഭാവം, ഈ 3 മണ്ഡലത്തിലും അഹങ്കാരം കിടക്കണുണ്ട്. വെറുതെ കേൾക്കുക, തെളിയുന്നുണ്ടെങ്കിൽ തെളിയട്ടെ. ഭാഗവതം പോലെയാണ് ഇപ്പൊ ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദ്രവ്യം, ക്രിയ, ഭാവം, ഈ 3 മണ്ഡലത്തിലും അഹങ്കാരം കിടപ്പുണ്ട്. അപ്പോ ആ വസ്തുക്കൾ നഷ്ടപ്പെടുമ്പോ നമുക്ക് ഏത് ദ്രവ്യത്തിനോട് നമുക്ക് സുഖം ആസക്തി ഉണ്ടോ, ആ വസ്തു നമുക്ക് സുഖം തരും. ആ വസ്തുവിനെ ത്യജിക്കുന്നത് കൊണ്ട് ഈ ജീവന് പരമമായ ഹിതമുണ്ടാവും. ബൗദ്ധ ജാതക കഥകളിൽ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഒരു കഥ വായിച്ചു. നല്ല രസമായ ഒരു കഥ. ഒരു വ്യാപാരി
കാശി പട്ടണത്തിൽ വ്യാപാരത്തിന് വന്നിരിക്കുകയാണ്. അധികം പണമൊന്നുമില്ല, ദരിദ്രനാണ്, വിറക് വിൽക്കാൻ വന്നതാണ്. വിറക് വിൽക്കാൻ കാശിയിലേക്ക് വന്നപ്പോ വിറകൊക്കെ വിറ്റ് കഴിഞ്ഞ് അല്പം കിട്ടിയ കാശും കൊണ്ട് തിരിച്ചു പോവാൻ നിൽക്കുമ്പോ ഇയാൾ താമസിച്ച വീട്ടിലെ ഇയാളുടെ ബന്ധുവോ കൂട്ടുകാരനോ പറഞ്ഞു, ഇന്ന് കാശിയിൽ വലിയ വിശേഷമാണ്. ഈ പോയിന്റ് ഓർമ്മ വെക്കണം. നമ്മൾക്ക് ആസക്തിയുള്ള വസ്തു ഉപേക്ഷിക്കപ്പെടുമ്പോ നമുക്ക് പരമമായി ഹിതം ഉണ്ടാവും. അതിനാണ് പറഞ്ഞു വരുന്നത്. ചിലപ്പോ ഞാനങ്ങോട്ട് വിട്ടുപോകും, അതുകൊണ്ടാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഇയാള് കാശിയിൽ വന്നിട്ട് ഇയാള് താമസിക്കുന്ന വീട്ടില് ഇയാളുടെ ബന്ധു പറഞ്ഞു, ഇന്ന് കാശിയിൽ വലിയ വിശേഷമാണ്. ഇന്ന് കാശിയിൽ എന്താ വിശേഷം എന്ന് വെച്ചാൽ, ഗന്ധൻ എന്ന് പറയുന്ന ഒരു വലിയ പണക്കാരൻ, പരമ്പര പണക്കാരൻ, അയാൾ ഊണ് കഴിക്കുന്നത് ഇന്ന് എല്ലാവർക്കും കാണാം. അതെന്താ ഈ ഊണ് കഴിക്കുന്നത് കാണാൻ ഇത്രയൊക്കെ ഒരു വലിയൊരു കാഴ്ച എന്താ ഉള്ളത് എന്ന് വെച്ചാൽ, അയാള് ധനം നാളേക്ക് ശേഖരിച്ചു വെക്കുന്നത് കൊണ്ട് പ്രയോജനമില്ല എന്ന് അറിഞ്ഞതുകൊണ്ട് ഒക്കെ സുഖിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് മൂപ്പര്. ദ്വിതീയം എന്നാണ് അതിന് പറയുക. അതായത് പ്രഥമം മറ്റുള്ളവർക്ക് കൊടുക്കുക, ദ്വിതീയം താൻ അനുഭവിക്കുക, തൃതീയം മറ്റുള്ളവർക്കും കൊടുക്കില്ല, താനും അനുഭവിക്കില്ല, കെട്ടിക്കെട്ടി വെക്കാം. ഇങ്ങനെ 3 തരത്തിലാണ് ധനം. യോന ദദാതി ന ഭുങ്ക്തേ തസ്യ തൃതീയാഗതിർഭവതി എന്നാണ്. അപ്പൊ കൊടുക്കൂല, താൻ അനുഭവിക്കൂല. അപ്പൊ ഇയാള് താൻ അനുഭവിക്കുക, ആർക്കും കൊടുക്കൊന്നുമില്ല, താൻ അനുഭവിക്കുകയാണ്. അപ്പൊ ഒരാൾ ഊണ് കഴിക്കുന്നത് കാണാൻ ഇത്ര വലിയൊരു ഉത്സവമോ എന്ന് പറഞ്ഞാൽ, അപ്പൊ നീ വിചാരിക്കണ പോലെയല്ല. സ്വർണത്തളികയില് അദ്ദേഹം ഭക്ഷണം കഴിക്കണ അരിക്ക് തന്നെ ഒരുപാട് സ്വർണം വിലയുണ്ട്. അത്രയും വില പിടിച്ച അരി, അതിന് കൂട്ടും ഒക്കെ കൂടെ ആ ഭക്ഷണം തന്നെ എത്രയോ ലക്ഷം ഉറുപ്പ്യ വില വരും അത്ര ആ ഒരു ദിവസത്തെ ഭക്ഷണം. അപ്പൊ ആ ഭക്ഷണം ദിവസമൊന്നും അയാൾ കഴിക്കണത് എല്ലാവർക്കും കാണിക്കില്ല. ഈ ഒരു വിശിഷ്ട ദിവസത്തിൽ അയാൾ ഇരുന്ന് ഈ ഭക്ഷണം കഴിക്കണ ആർക്കും കൊടുക്കില്ല, കാണാം. അത് അമ്പലത്തിൽ നട തുറന്നാൽ കാണാൻ നിൽക്കണ പോലെ ആളുകൾ നിൽക്കും എന്നാണ്. അതായത് സുഭിക്ഷം വരുമ്പോ ആളുകളുടെ സ്വഭാവം ഇങ്ങനെയൊക്കെ ആവും. ഇപ്പോഴും നിങ്ങൾ അമേരിക്കയിലൊക്കെ നോക്കിയാൽ അവിടെയൊക്കെ ഇങ്ങനെയാണ്. ആളുകൾക്ക് തനി വങ്കത്തരമാണ്. ഒരാൾ കാണിക്കണ എന്തെങ്കിലുമൊക്കെ കോമാളിത്തരം കാണാൻ ആളുകൾ ഇങ്ങനെ, വേറെ പണിയൊന്നുമില്ലേ. ആളുകൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ പണിക്കൊന്നും നിൽക്കില്ല അവര്. സുഭിക്ഷം ഉണ്ടായിരുന്നു എന്നർത്ഥം. അപ്പോ കുറെ ആളുകൾക്കെങ്കിലും അവരുടെ കയ്യിൽ സുഭിക്ഷ ഉണ്ടായിരുന്നു, ബാക്കിയുള്ളവർ അത് നോക്കി നിൽക്കുക. അപ്പോ ഇതൊക്കെ നടക്കില്ല എന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ ഇന്ത്യയിൽ നടന്നുണ്ട്, ഇന്നിപ്പോ അമേരിക്കയിലും അതുപോലെയൊക്കെ നടക്കുന്നുണ്ട്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വേണ്ടാത്തരം കാണിക്കണമൊക്കെ കാണാൻ ആളുകൾ കൂടും. അപ്പൊ ഇയാള് ഭക്ഷണം കഴിക്കുന്നത് കാണാനായിട്ട് നാട്ടുകാർ മുഴുവൻ ഇയാളുടെ വീട്ടിന് മുമ്പിൽ നിൽക്കും. അമ്പലത്തിൽ നട തുറക്കണ പോലെ ആ വാതിൽ തുറക്കില്ല അത്രയും നേരം. ആ സമയമാകുമ്പോ വാതിൽ തുറക്കും അത്ര എല്ലാവരും ഇങ്ങനെ എത്തി നോക്കുക അതിന് ജനലിന്റെ മുമ്പിൽ നിന്നിട്ട്. അപ്പൊ ഈ പാവത്തിനെയും പിടിച്ചോണ്ടുപോയി, ഈ വിറക് വെട്ടിയും പിടിച്ചോണ്ടുപോയി ഭക്ഷണം കഴിക്കണത് കാണാൻ നിൽക്കുക. ഈ തിരക്കിന്റെ ഇടയിൽ ഇദ്ദേഹത്തിന് കാണാൻ വയ്യ, പക്ഷെ ആ സുഗന്ധം ഇങ്ങനെ വന്നിട്ട് മൂക്കിൽ നുഴഞ്ഞ് കയറി. അപ്പൊ ഇയാൾ പാവം ഇതൊന്നും കണ്ടിട്ടേ ഇല്ല, കഞ്ഞി കുടിച്ച് ജീവിക്കുകയാണ്. അപ്പൊ ഈ വിറക് വെട്ടി പറഞ്ഞു, എനിക്ക് എങ്ങനെയെങ്കിലും അതൊന്നും ഒരു തവി ചോറെങ്കിലും കിട്ടണം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ശരീരം ഉപേക്ഷിക്കും. അത്രയധികം ആഗ്രഹം പെരുത്തു, ആസക്തി ഉണ്ടായി ഭക്ഷണത്തിന്. ഈ കൂട്ടുകാരൻ പറഞ്ഞു, നിനക്ക് ഭ്രാന്തുണ്ടോ? അയാൾ ഒന്നാമത് ആർക്കും കൊടുക്കില്ല, ലക്ഷക്കണക്കിന് രൂപ വിലയുള്ളതാണ് ആ ഭക്ഷണം. ഇത് കഴിക്കാനായിട്ട് അവിടെ ആരെങ്കിലുമൊക്കെ പോവുമോ എന്നൊക്കെ പറഞ്ഞു നോക്കി. ഇയാൾ കേൾക്കണില്ല. ഞാൻ ഇപ്പോ എനിക്ക് ആ ആഗ്രഹം നടത്തണം, ഇല്ലെങ്കിൽ ഞാൻ മരിക്കും. അപ്പൊ ഈ കൂട്ടിക്കൊണ്ടുവന്ന ആള് വിളിച്ചു പറഞ്ഞു, ഈ എങ്ങനെയെങ്കിലും എന്റെ കൂട്ടുകാരന് ഇത്തിരി ഭക്ഷണം കൊടുക്കണം, അല്ലെങ്കിൽ അവൻ മരിച്ചു പോകുന്ന പറയണത്. അപ്പൊ ആ വ്യാപാരി, ആ ഗന്ധൻ, ആ പണക്കാരൻ, അയാൾ പറഞ്ഞു, നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കണത്? ഇതൊക്കെ എന്റെ അച്ഛൻ മുത്തശ്ശൻ
അങ്ങനെ പരമ്പരയായി സമ്പാദിച്ച പണമാണ്. താൻ സമ്പാദിച്ചൊന്നുമല്ല. ആ പണമാണ് ഞാൻ അനുഭവിക്കുന്നത്. നിനക്കറിയാവോ അതിൽ ഓരോ തവിക്കും എത്ര വിലയാണെന്നറിയാവോ? അതിലത്തെ ഓരോ ഭക്ഷണ പദാർത്ഥവും എത്ര വില പിടിച്ചതാണെന്നറിയാവോ? അങ്ങനെയൊന്നും എളുപ്പത്തിലൊന്നും തരാൻ പറ്റില്ല. ഇതിൽ ഒരു പാത്രം ചോറ് ഇയാൾക്ക് കിട്ടണമെങ്കിൽ അയാൾ അത് പണിയെടുത്ത് നേടണം. തയ്യാറാണോ? 3 വർഷം എന്റെ വീട്ടില് പണിയെടുക്കണം. ഞാൻ പറയണ പണിയൊക്കെ ചെയ്ത് ജീവിച്ചാൽ ഒരു നേരത്തെ ആഹാരം തരാം. അങ്ങനെയൊക്കെ ഉണ്ട്, ഇന്നുണ്ട്. നമുക്ക് കൂലിപ്പണി എടുക്കുന്ന ആളുകളുടെ കൂലിയൊക്കെ വെച്ച് കൂട്ടിയാൽ ചിലപ്പോൾ 1 വർഷം 2 വർഷമൊക്കെ പണി ചെയ്താലേ ചില സ്ഥലങ്ങളിലൊക്കെ പോയി ആഹാരം കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ കൂലി 3 വർഷം പണി ചെയ്താൽ ഈ ഭക്ഷണം തരാം. ഇവൻ പറഞ്ഞു പാവം തയ്യാറാണ്. അത്രയധികം ആസക്തി പേരിച്ചിരിക്കണേ. ആ ഭക്ഷണം കഴിച്ചിട്ട് ചത്തുപോയാലും വേണ്ടില്ല എന്നാണ്. അപ്പൊ അദ്ദേഹം പറയണത് ശരി, ഞാൻ സമ്മതിച്ചിരിക്കുന്നു, 3 വർഷം പണിയെടുക്കാം. ആളുകളൊക്കെ അയാളെ ഉപദേശിച്ചു നോക്കി, തനിക്ക് ഭ്രാന്തുണ്ടോ? ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ വേണ്ടി ആരെങ്കിലും 3 വർഷം പണിയെടുക്കുമോ? ഈ 3 വർഷം കൊണ്ട് നിനക്ക് എത്രയൊക്കെ സമ്പാദിക്കാം? ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അതൊന്നും എനിക്ക് അറിയണ്ട. അപ്പോ എന്റെ മനസ്സ് മുഴുവൻ ഇപ്പൊ അവിടെയാണ്. ആ ഭക്ഷണം കിട്ടാൻ വേണ്ടി 3 വർഷം പണിയെടുത്താലും ഒരു കുഴപ്പമില്ല, ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ഏറ്റു. ഇയാള് പണിയെടുക്കുമ്പോഴൊക്കെ ആളുകളൊക്കെ എങ്ങനെ കളിയാക്കും. പാവം പണിയെടുത്തും വിറക് വെട്ടിയും അരിയും ഗോതമ്പും ഒക്കെ കൊണ്ടു കൊടുത്തും വണ്ടി ഓടിച്ചും പാടത്ത് പൂട്ടിയും ഒക്കെ ചെയ്ത് ഇയാള് വിഷമിക്കണത് കാണുമ്പോഴൊക്കെ കളിയാക്കും, പരിഹസിക്കും ജനങ്ങള്. ഒരു തവി ചോറിന് വേണ്ടി ഇങ്ങനെ ആരെങ്കിലും വിഷമിക്കൂ? പക്ഷെ ഇയാള് വളരെ സിൻസിയറായിട്ട് 3 വർഷം കഴിഞ്ഞു. 3 വർഷം കഴിഞ്ഞപ്പോ ആ പണക്കാരന് തന്നെ ആശ്ചര്യം തോന്നി. ഇത്രയധികം ആത്മാർത്ഥതയോടുകൂടെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഇയാൾ പണിയെടുത്തിരിക്കുന്നു. കണക്ക് ഇട്ട് നോക്കിയിട്ട്, ഓരോ ദിവസത്തെ കൂലി ഇട്ട് നോക്കിയിട്ട് പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ നീ ആഗ്രഹിച്ച പോലെ തന്നെ ഒരു തവി ചോറ് കഴിച്ചിട്ട് ബാക്കിയുള്ള പണം നിനക്ക് തന്നേക്കാം. അങ്ങനെ വേണോ? അല്ല, ഞാൻ കഴിക്കണ പോലെ ഫുൾ മീൽസ് ഒരു ദിവസത്തേത് വേണോ? അപ്പൊ ഇയാള് പറഞ്ഞു, എനിക്ക് ഒരു തവിയൊന്നും വേണ്ട, എനിക്ക് പണമൊന്നും വേണ്ട, ഞാൻ ഭക്ഷണത്തിൽ മാത്രമാണ്. എവിടെ ആസക്തി വെച്ചാലും അതില് മനസ്സ് ലഗ്നമാവുകയെ. എനിക്ക് ആ ഫുൾ മീൽസ് അങ്ങ് കഴിക്കണ പോലെ ഒരു നേരത്തെ ഭക്ഷണം. അപ്പൊ ആ യജമാനൻ വളരെ സന്തോഷിച്ച് പറഞ്ഞു, ആ ഭക്ഷണം മാത്രമല്ല, ഒരു ദിവസം നീ വീട്ടിന്റെ യജമാനനായിട്ട് ഇരിക്കും. ഇയാള് രാജാവിന്റെ ഖജാനാവ് നോക്കണ ആളോ എന്തോ ആണ്. അതുപോലെ തന്നെ രഥത്തിൽ ഇരുത്തി കൂട്ടിക്കൊണ്ടുപോയി സ്വീകരിച്ച് അവിടെ ഭക്ഷണം തരും. അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അതേപോലെ ഇയാളെ രഥത്തിലിരുത്തി നാട്ടുകാർ മുഴുവൻ അത് കാണാനാണ്. ആ വർഷം അതാണ് പുതിയ ഉത്സവം. ഈ വിറക് വെട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നത് കാണാൻ കാശിയിലുള്ള ജനങ്ങളൊക്കെ അവിടെ കൂടി. എല്ലാരും കൂടെ ഇയാളെ രഥത്തിൽ കയറ്റി 2 പേര് 2 വശത്തു നിന്ന് വീശിക്കൊടുക്കുകയും പോകുന്ന വഴിയിലൊക്കെ സുഗന്ധ ജലം തെളിക്കുകയും ഒക്കെ ചെയ്തു കൂട്ടിക്കൊണ്ടുപോയി. ഇയാൾ ആ ഭോജനശാല, സ്പെഷ്യൽ ഭോജനശാലയാണ്, അതിലേക്ക് കയറുമ്പോൾ ഇയാളെ വേണ്ട വിധത്തിൽ രാജകീയമായി സ്വീകരിച്ചു കൊണ്ടുപോയി. ജനങ്ങളൊക്കെ ജനലിന്റെ അവിടെയൊക്കെ തടിച്ചുകൂടിയിരിക്കുകയാണ്. അതേപോലെ ആ യജമാനൻ കഴിക്കുന്ന പോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ വെച്ച് ഒരു മേശപ്പുറത്ത് വെച്ച് ഇദ്ദേഹം അങ്ങനെ സൗഖ്യമായി ആ ഭക്ഷണമൊക്കെ കണ്ട് ആസ്വദിച്ചു. എന്താ 3 വർഷം പണിയെടുത്തതിന്റെ റിസൾട്ടാണ് ഇന്ന് അനുഭവിക്കാൻ പോണത്. സുഖമായിട്ട് ആ ഭക്ഷണം കഴിക്കണം എന്ന് തീരുമാനിച്ച് അതിലേക്ക് അങ്ങോട്ട് കൈവയ്ക്കുമ്പോ പുറത്തുനിന്ന് യജമാനനെ എന്ന് പറഞ്ഞ് ആരോ വിളിക്കുകയാണ്. അല്ല, പുറത്തുനിന്ന് ആരോ വിളിക്കുകയാണ്, എനിക്ക് ഭിക്ഷ തരുമോന്ന് ആരോ ചോദിക്കുകയാണ്. 3 വർഷം പണിയെടുത്ത് ആസക്തമായി അതിൽ തന്നെ മനസ്സ് വെച്ച് ആ ഭക്ഷണം കഴിക്കാൻ പോയി. ആ ജനലിൽ കൂടെ നോക്കുമ്പോ ഒരു ഭിക്ഷാന്തേഹിയായി ഒരു ഭിക്ഷു ഭിക്ഷാപാത്രവും എന്തി നിൽക്കുമ്പോ ആ ഭിക്ഷുവിനെ നോക്കി, തന്റെ ഭക്ഷണത്തിന് നോക്കി, രണ്ടാമതൊരു ചിന്തയില്ല. ആ 3 വർഷത്തിൽ സമ്പാദിച്ച ആ ഭക്ഷണത്തിന് താരത്തോടെ എടുത്തോണ്ട് പോയിട്ട് ആ ഭിക്ഷുവിന്റെ ഭിക്ഷാപാത്രത്തിൽ കൊണ്ടുപോയിട്ടു. അത്രേ ആഗ്രഹം മുഴുവൻ ഈ ഭക്ഷണത്തിലായിരുന്നു. പക്ഷെ ആ ഭിക്ഷു കരുണ അല്ലെങ്കിൽ സാധുഭക്തി എന്ത് വേണമെങ്കിൽ പറയാം, അത് താൻ ആസക്തമായ പൊരുളിനെ ത്യജിക്കാൻ തനിക്ക് ബലം തരുകയും 3 വർഷം കൊണ്ട് താൻ തപസ് ചെയ്ത് നേടിയെടുത്ത ഈ ഭക്ഷണം
ആ ഭിക്ഷുവിന്റെ ഭിക്ഷാപാത്രത്തിൽ കൊണ്ടിടുകയും ചെയ്തു. ആ കഥ അവസാനിക്കുന്നത് അതുകൊണ്ട് അയാൾക്ക് പരമമായ നിർവൃത്തി ഉണ്ടായി എന്നാണ്. ഈ പണക്കാരൻ ആശ്ചര്യപ്പെട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്ന അയാൾ പറയാണ്, ഞാൻ പരമ്പരയായി എന്റെ അച്ഛനും മുത്തശ്ശനും സമ്പാദിച്ച പണം, അതുകൊണ്ട് കിട്ടിയ ഭക്ഷണം നീ ആഗ്രഹിച്ചു ചോദിച്ചപ്പോ നിനക്ക് ഞാൻ തന്നില്ല. 3 വർഷം എന്നെ കൊണ്ട് പണിയെടുപ്പിച്ചു. നീ 3 വർഷം പണിയെടുത്ത് നേടിയ ഈ ഭക്ഷണം അല്പം പോലും സങ്കോചമില്ലാതെ വിശന്നുകൊണ്ട് മുമ്പിൽ നിൽക്കുന്ന ഈ ഭിക്ഷുവിന് ചിന്തിക്കാതെ കൊടുത്തു. ഇത് ആർക്ക് ചെയ്യാൻ പറ്റുമെന്നാണ്. നമ്മളുടെ രന്തിദേവന്റെ കഥയുണ്ട് ഭാഗവതത്തില്, അല്ലേ? അല്പം എല്ലാം കഴിഞ്ഞ് ഉപവസിച്ച് എല്ലാം കഴിഞ്ഞ് കഴിക്കാൻ ബാക്കിയുള്ളത് ആ ദുർഭിക്ഷ സമയത്ത് ആ ഭക്ഷണവും കൊടുത്ത് വെള്ളവും കൊടുത്ത് എല്ലാം കഴിഞ്ഞപ്പോ വിഷ്ണുമായ മുമ്പിൽ നിന്ന് അങ്ങോട്ട് നീങ്ങിപ്പോയി എന്നാണ്. അപ്പൊ ത്യാഗം ന കർമ്മണാ ന പ്രജയാ ധനേന ത്യാഗേനൈകേ അമൃതത്വമാനശു പരേണ നാഗന്നിഹിതം ഗുഹായാം ബിഭ്രാജതേ തദ്യതയോ വിശന്തി വേദാന്ത വിജ്ഞാന സുനിശ്ചിതാർത്ഥ സന്യാസയോഗാദ്യതയ ശുദ്ധസത്വാഹം. സന്യാസയോഗം എന്നുള്ള വാക്ക് അവിടെ വരുന്നുണ്ട്. സന്യാസയോഗം എന്നാണ് ഈ അധ്യായത്തിനും പേര്. സന്യാസയോഗം എപ്പോ ഉണ്ടാവണു എന്ന് വെച്ചാൽ ന കർമ്മണ ന പ്രജയാ ന ധനേന ത്യാഗേനൈക്കേ അമൃതത്വം ആനശു. കർമ്മം കൊണ്ടോ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ടോ ധാരാളം ധനം സമ്പാദിക്കുന്നത് കൊണ്ടോ അമൃതാനുഭവം ഉണ്ടാവില്ല. ത്യാഗം കൊണ്ടാണ് ഉണ്ടാവുന്നത്. ത്യാഗം കൊണ്ട് എന്തോ ഉണ്ടാവണു? പരേണ നാകം നിഹിതം ഗുഹായാം ബിഭ്രാജത് ഏതത് യതയോ വിശന്തി. ആ നാഗമെന്ന് വെച്ചാൽ ആ സ്വർഗലോകം അഥവാ പരമമായ ധാമം, ആനന്ദത്തിന്റെ ഉറവിടം എവിടെ ഇരിക്കുന്നു? നിഹിതം ഗുഹായാം. ഇറ്റ് ഈസ് ഹിഡൻ വിത്തിൻ യു. ഹൃദയ ഗുഹയിൽ എവിടെയോ ഒളിഞ്ഞു കിടക്കുന്നു. അതിലേക്ക് യതയഃ വിശന്തി. ത്യാഗം ചെയ്യുന്ന യതികൾ, ത്യാഗശീലരായിട്ടുള്ള യതികൾ അതിലേക്ക് പ്രവേശിക്കുന്നു. ഒന്നും നടക്കണില്ല. യതയഃ നാകം വിശന്തി, ഉള്ളില് പ്രവേശിക്കുന്നു. വിഭ്രാജത്, വിഭ്രാജത് എന്ന് വെച്ചാൽ പ്രകാശമാനം, ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്ന, ചുരുക്കത്തിൽ ആത്മാവിനെ അറിയുന്നു എന്നർത്ഥം. ത്യാഗം ചെയ്യുന്ന ക്ഷണം തന്നെ ആത്മസാക്ഷാത്കാരം ഉണ്ടാകും. ത്യാഗാത് ശാന്തി അനന്തരം. ത്യാഗം ചെയ്യുന്നവൻ ഭൗതികമായി നഷ്ടം വഹിച്ച് ആന്തരികമായി സാമ്രാജ്യത്തിനെ നേടിയെടുക്കും. അതുകൊണ്ട് ബാഹ്യമായി അയാൾ നഷ്ടം സംഭവിക്കുമെങ്കിലും ആന്തരികമായി അയാൾ നേടിയെടുക്കും. അപ്പൊ ഇഷ്ടപ്പെടുന്ന വസ്തു നമ്മളെ വിട്ടുപോകുന്നതിനെയാണ് നമ്മൾ ദുഃഖം എന്ന് വിളിക്കുന്നത്. ആ ദുഃഖം തന്നെ അറിവോടുകൂടെ ആവുമ്പോ ത്യാഗമായിട്ട് തീരും. നമുക്ക് ധനം നഷ്ടമാവുമ്പോ ധനത്തിനോട് ആസക്തി ഉള്ളപ്പോ ദുഃഖവും, ധനത്തിനോട് ആസക്തി ഇല്ലെങ്കിൽ അത് തന്നെ നിർവൃത്തിക്ക് കാരണമായിട്ട് തീരും. ഏത് വസ്തു അങ്ങനെയാണ്. ഒന്നിനോട് ആസക്തി ഇല്ലെങ്കിൽ ആ വസ്തു നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ദുഃഖം ഉണ്ടാവില്ല. അപ്പൊ ദുഃഖത്തിന് കാരണം വസ്തുക്കളല്ല, നമ്മളുടെ ആസക്തിയാണ്. എന്നാൽ വസ്തുക്കളോടുള്ള ആസക്തിയെ വിടാനൊക്കുവോ? നമുക്ക് വ്യവഹാരപ്രധാനമായ ജീവിതത്തിൽ പറ്റുകയില്ല. ഞാൻ നല്ലവണ്ണം അത് ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. നമ്മളൊക്കെ ഫിലോസഫി പറയാം, എല്ലാം ചെയ്തുകൊണ്ട് അതിന്റെ നടുവിൽ ഇരിക്കൂ എന്ന് പറയാം. നമ്മൾ എപ്പോഴാണോ ലോകത്തിന്റെ നിയമങ്ങൾ, ഗവൺമെന്റ് നിയമം, നമ്മളുടെ ക്ലവർനെസ്, ഇതിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നിടത്തോളം നമ്മളെ കൊണ്ട് സമ്പൂർണ്ണമായി ത്യാഗം ചെയ്യാൻ പറ്റില്ല. എല്ലാം നമ്മളെ തിരിച്ചും മറിച്ചും നമ്മളുടെ ബെനിഫിറ്റിന് സൗകര്യപ്പെടുന്ന രീതിയിലേ നമ്മൾ ചെയ്യുള്ളൂ എന്നല്ലാതെ വ്യവഹാരം നമുക്ക് പ്രധാനമായി ഉള്ളത്തോളം കാലം പൂർണ്ണമായി ത്യാഗം നടക്കില്ല. അതുകൊണ്ടാണ് ബിസിനസ് ഇതിന്റെ നടുവിലൊക്കെ ഇരിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ എന്തൊക്കെ തന്നെ ആധ്യാത്മികതയെ അതിനകത്തൊക്കെ കൊണ്ടുവന്നാലും, ഹോളിസ്റ്റിക് മാനേജ്മെന്റ് അത് ഇതെന്നൊക്കെ പറഞ്ഞാലും അതിലൊക്കെ ഹോൾ ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും അത് ഹോളിസ്റ്റിക് ആവണത്. അതിലൊക്കെ അവിടെ ദ്വാരം ഉണ്ടാവും. ദ്വാരം അതിന്റെ ആ ഫിലോസഫിയുടെ കുഴപ്പമല്ല, നമ്മളുടെ ഉള്ളിലുള്ള കുഴപ്പമാണ്. വ്യവഹാരം നമുക്ക് പ്രധാനമായിട്ടുണ്ടല്ലോ.
ഞാൻ നല്ലവണ്ണം നോക്കിയിട്ടുണ്ട് ആ കാര്യം. എന്തൊക്കെ തന്നെ ആളുകൾ നല്ലവരൊക്കെ ആയി തീർന്നാലും വ്യവഹാരം പ്രധാനമായിട്ടിരിക്കുമ്പോ അവ്യവഹാര്യമായി സത്യം നമ്മളെ അനുഗ്രഹിക്കില്ല. പക്ഷെ വ്യവഹാരത്തിൽ ഇരുന്നു കൊണ്ട് ഈ സത്യത്തിനെ നേടാൻ പറ്റും. എപ്പോ സത്യത്തിനെ നിങ്ങൾ വരിച്ചിട്ട് വ്യവഹാരം നിങ്ങളുടെ ജീവിതത്തിനുള്ള ഒരു ഉപാധി മാത്രമാണെങ്കിൽ സത്യം നിങ്ങൾക്ക് കിട്ടും. സത്യത്തിനെ നിങ്ങൾ വ്യവഹാരത്തിന് പ്രയോജനപ്പെടുത്താനാണ് നോക്കണതെങ്കിൽ വ്യവഹാരത്തിൽ നിങ്ങൾ മേലെ പോവും, സത്യം കിട്ടില്ല. ഇത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കിയാലേ വ്യത്യാസം മനസ്സിലാവുള്ളൂ. സത്യത്തിനെ വ്യവഹാരത്തിൽ ഉപയോഗിക്കാം, വ്യവഹാരത്തിനെ സത്യത്തിൽ ഭസ്മമാക്കാം. രണ്ടും ചെയ്യാം. സത്യത്തിൽ ഹോമിക്കാം. ആധ്യാത്മികം എപ്പാവുന്നു? വ്യവഹാരത്തിനെ സത്യത്തിൽ ഹോമിച്ചാൽ നമ്മൾ ആധ്യാത്മികമാകും. വ്യവഹാരത്തിനെ ആധ്യാത്മികത്തിൽ കൊണ്ടുവന്ന് അഥവാ സത്യത്തിൽ കൊണ്ടുവന്ന് കലർത്തി വ്യവഹാരത്തിന് തൂക്കു കൊടുക്കുകയാണെങ്കിൽ സത്യം പുറകെ നിൽക്കും. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ഭാരതീയമായ സംസ്കൃതി തന്നെ വ്യവഹാര പ്രാധാന്യമായിട്ടല്ലാതെ ഇരുന്നു. അതിനാണ് പ്രവൃത്തി മാർഗം എന്ന് പറഞ്ഞത്. പ്രവൃത്തി മാർഗം എന്ന് പറഞ്ഞാൽ വ്യവഹാര മാർഗം എന്നല്ല അർത്ഥം. പ്രവൃത്തി മാർഗം എന്ന് പറഞ്ഞാൽ ഈ ശരീരം ലോകത്തിൽ വന്നിരിക്കുമ്പോ തന്നെ കർമ്മം ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. നിങ്ങൾ കർമ്മം ചെയ്യണം. വ്യവഹാരം അജ്ഞാനമാണ്. കർമ്മം എങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയാം. ആദ്യം നിഷിദ്ധ കർമ്മം, പിന്നെ കർമ്മം, കാമ്യകർമ്മം, പിന്നെ വിഹിത കർമ്മം, പിന്നെ കർമ്മയോഗം, പിന്നെ അകർമ്മം. 5 വിധത്തിലാണ് നമ്മള് ലോകത്തിൽ ചെയ്യുന്നത്. ജനറലായി ലോകത്തിൽ കാണുന്നത് ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് നിഷിദ്ധ കർമ്മ ആൻഡ് കാമ്യകർമ്മ. ഇതാണ് സാധാരണ ലോകത്തില്. അതിന്റെ ഇടയിൽ ഇത്തിരി ചോക്ലേറ്റ് തിന്നണ പോലെ കുറച്ച് വിഹിത കർമ്മവും ഉണ്ടായേക്കാം. നിഷിദ്ധ കർമ്മം എന്ന് വെച്ചാൽ ഏത് നമ്മൾക്ക് നിശ്ചയമായി നാളെ ദൂഷ്യം ചെയ്യുമോ അങ്ങനെയുള്ള കർമ്മങ്ങളാണ് നിഷിദ്ധ കർമ്മം. അത് നമ്മളുടെ ഉള്ളിൽ കാമത്തിനെ ഉണ്ടാക്കും, അസൂയയെ ഉണ്ടാക്കും, ദ്വേഷത്തിനെ ഉണ്ടാക്കും, നമ്മൾക്ക് ചാഞ്ചല്യം ഉണ്ടാവും. അതിന്റെ ആഫ്റ്റർ ഇഫക്ട്, ഫുട് പ്രിന്റ്സ് പോവില്ല. നമ്മൾ ആ കർമ്മത്തിനെ ഉപേക്ഷിച്ചാലും ആ കർമ്മം നമ്മളിൽ ഉണർത്തിവിട്ടിട്ടുള്ള വികാരങ്ങളും ചലനങ്ങളും നമ്മളെ ചഞ്ചലപ്പെടുത്തുന്ന സ്വഭാവമൊന്നും ആ കർമ്മത്തിനെ ഉപേക്ഷിച്ചത് കൊണ്ട് പോവില്ല. അത് മരണം വരെ തുടർന്ന് പിന്നെയും നിൽക്കും. അതിനാണ് നിഷിദ്ധ കർമ്മം എന്ന് പേര്. കാമ്യകർമ്മം എന്താ? നമ്മൾ സാധാരണ ചെയ്യണ്ടല്ലോ, വയറ്റപ്പഴപ്പിന് എന്തെങ്കിലും ചെയ്യണമല്ലോ, അത് കാമ്യകർമ്മം. വിഹിത കർമ്മം എന്താ? കാമ്യകർമ്മം ചെയ്യേണ്ട ആവശ്യമില്ല, ജീവിക്കാനുള്ള വകയൊക്കെ ഉണ്ട്. എന്നുവെച്ചാൽ ഈ ശരീരത്തിന് എന്തെങ്കിലും ചെയ്യാതെ നിവൃത്തിയില്ല. അതുകൊണ്ട് വേദം വിധിച്ചിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ നമ്മളായിട്ട് തന്നെ ഭക്തിമാർഗത്തിലോ ജപം, അനുഷ്ഠാനം, സത്സംഗം എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഇത് വിഹിത കർമ്മം. ഇത് ദൂഷ്യം ചെയ്യില്ല. ഇനി ഈ വിഹിത കർമ്മത്തിൽ മറ്റൊന്ന് കൊണ്ടുവരുന്നു. എന്താ? നിഷ്കാമ്യം, നിസ്സംഗം. ആ കർമ്മത്തിനോട് സംഘമില്ലാതെയും കാമനയില്ലാതെയും അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഫലം കിട്ടുകയാണെങ്കിൽ അതിലും ആസക്തിയില്ലാതെയും ചെയ്യുമ്പോൾ അത് കർമ്മയോഗമായി. ഇതിനെല്ലാത്തിനും മേലെ ഒരു സ്റ്റേറ്റ് ഉണ്ട്, അകർമ്മം. അതിനാണ് നൈഷ്കർമ്മ്യം എന്ന് പേര്. അതാണ് ഗീതയുടെ ലക്ഷ്യസ്ഥാനം, നമ്മളുടെയൊക്കെ ലക്ഷ്യസ്ഥാനം. അതായത് കർമ്മമേ ഇല്ലാത്ത സ്ഥിതി എന്ന് വെച്ചാൽ കർമ്മമേ ഇല്ലാത്ത സ്ഥിതി ആർക്കൊക്കെയാ? ഈശ്വരൻ കർമ്മമില്ലാത്തവനാണ്. പരമഹംസന്മാരായ ശ്രീശങ്കരനെ പോലെയുള്ളവർ കർമ്മമില്ലാത്തവരാണ്. അവര് ചിലപ്പോ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ലോകത്തില്, പക്ഷെ കർമ്മമില്ല എന്നാണ്. അവർക്ക് നൈവ കിഞ്ചിത് കരോമി, ഞാൻ ഒന്നും ചെയ്യണു എന്നുള്ള ഭാവമേ അവർക്കില്ല. ശരീരം പ്രവർത്തിക്കും, ലോകമംഗളത്തിന് പലതും ചെയ്യും, നിരന്തരം പ്രവർത്തിക്കും, പക്ഷെ അവർക്ക് കർമ്മമില്ല. അത് അകർമ്മസ്ഥിതിയാണ്. അത് ജ്ഞാനം കൊണ്ട്, സ്വാഭാവികമായ അജ്ഞാനം കൊണ്ടുണ്ടായ കർത്തൃത്വ ഭോക്തൃത്വം ഒക്കെ പോയിട്ട് സ്വരൂപത്തിൽ നിന്നുകൊണ്ടുള്ള പ്രവൃത്തിയാണ്. അത് അകർമ്മം. അത് ഹയസ്റ്റ് സ്റ്റേറ്റ് ആണ് ജീവൻ മുക്തി എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ ഇരിക്കുന്ന സ്ഥിതിയിൽ നിന്നും കർമ്മത്തിനെ, നമ്മളുടെ ഡിസ്റ്റർബൻസിന് കാരണം കർമ്മമാണെന്ന് അറിഞ്ഞ് പതുക്കെ പതുക്കെ നിഷിദ്ധ കർമ്മത്തിനെ ഉപേക്ഷിക്കണം.
വിഹിത കർമ്മം ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നിഷിദ്ധ കർമ്മം ചെയ്യാതിരുന്നാ മതി. നിങ്ങൾ ജപം ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ പൂജ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ അമ്പലത്തിൽ പോയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങള് വേണ്ടാത്ത സിനിമ കാണുകയും വൃത്തികെട്ട വിഷയങ്ങൾ ഉള്ളിലേക്ക് കയറ്റിവിടുകയും മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുകയും പറ്റിക്കുകയും ഇങ്ങനെ നിങ്ങൾക്ക് തന്നെ ആത്യന്തികമായ ക്ഷേമത്തിന് അഹിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നിർത്തിയാൽ തന്നെ മതി. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് നിർത്താൻ നമുക്ക് സാധിക്കാതെ നമ്മളുടെ പൂർവ്വ ഹാബിറ്റ് കൊണ്ട് ചിലതൊക്കെ ഉള്ളിൽ കടന്നുകൊണ്ടത് കൊണ്ടാണ് വേദം പറയണത് രാവിലെ മുതൽ രാത്രി വരെ ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. വെറുതെ വിടരുത്. ഈ പഴയ വേഗം, പഴയ ഹാബിറ്റിന്റെ ഫോഴ്സ് അത് പതുക്കെ ഉള്ളിൽ ശമിക്കണ വരെ നിങ്ങൾ ഓടി നടന്ന് ജപിക്കുകയോ ഭജന ചെയ്യുകയോ സങ്കീർത്തനം ചെയ്യുകയോ എവിടെ പോയോ തനിച്ചിരിക്കാതെ ഓടി നടക്കാം. എത്ര നാളം ഓടി നടക്കണം എന്ന് വെച്ചാൽ ഉള്ളിലുള്ള ചക്രം നിൽക്കണ വരെ വെളിയിൽ ചക്രം ചുറ്റാം. അതിനാണ് വിഹിതകർമ്മം എന്ന് പേര്. ഉള്ളിലുള്ള ആ ചക്രം ഉണ്ടല്ലോ, മനസ്സെന്ന് പറയുന്ന ചക്രം, അത് നിശ്ചലമാവുന്നവരെ ഉള്ളില് ചക്രം ചുറ്റിക്കൊണ്ടേയിരിക്കുക, വെളിയിൽ ചക്രം ചുറ്റിക്കൊണ്ടേയിരിക്കാം എവിടെയെങ്കിലുമൊക്കെ. അതാണ് ബഹൂതകൻ എന്ന് പറഞ്ഞ സന്യാസികൾക്കും അങ്ങനെ ഒരു സ്ഥിതിയുണ്ട്. പല സ്ഥലങ്ങളിലേക്കും പോയിക്കൊണ്ടേയിരിക്കും. വെറുതെ ഇരുന്നാൽ പഴയതൊക്കെ ഓർമ്മ വരും. നമ്മളെ ചിലപ്പോൾ വേണ്ടാത്തവരൊക്കെ ചെയ്യിപ്പിക്കും. അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മളുടെ തന്നെ മനസ്സിന്റെ ഭയങ്കരമായ ഗ്രാസത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഓട്ടമാണ്. അതാണ് വിഹിതകർമ്മം. അങ്ങനെയൊന്നും ഇപ്പൊ മനസ്സ് ബുദ്ധിമുട്ടിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വിഹിതകർമ്മം ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ പലപ്പോഴും വിഹിതകർമ്മം ചെയ്തിട്ടില്ലെങ്കിൽ നിഷിദ്ധകർമ്മത്തിൽ പോയി വീഴും. കാമ്യകർമ്മം പലർക്കും ശരീര നിർവഹണത്തിന് ചെയ്യേണ്ടിയിരിക്കണം. ജോലി ചെയ്യുക, പണം സമ്പാദിക്കുക, അതുകൊണ്ട് ഊണ് കഴിച്ചു ലോകത്തിൽ ജീവിക്കണമല്ലോ. പല ആളുകളും അതാണ്, വെറുതെ ഗീത പറഞ്ഞാൽ മതിയോ, ജീവിക്കണ്ടേ? അത് നമ്മളുടെ അജ്ഞാനാണ്. നമ്മൾ വിചാരിക്കണത് നമ്മളുടെ സാമർത്ഥ്യം കൊണ്ടാണ് നമ്മൾ ജീവിക്കണതെന്നേ. എന്റെ അടുത്ത് കുട്ടിക്കാലത്ത് പലരും പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഭക്തി ജപവും ജ്ഞാനവും ഒക്കെ പറഞ്ഞ് നടന്നാ മതിയോ, ഊണ് കഴിക്കണ്ടേ എന്നാണ്. ഇപ്പൊ ഞാൻ ഊണ് കഴിക്കണ പോലെ ആർക്കും ഊണ് കഴിക്കാൻ പറ്റില്ല. എന്ത് മുടക്കിയാലും ഭഗവാൻ അത് മുടക്കണില്ല. അപ്പൊ ഊണ് കഴിക്കണത് നമ്മളുടെ സാമർത്ഥ്യം കൊണ്ടൊന്നുമല്ല. നമ്മൾ ഊണ് കഴിക്കണ്ടെന്ന് വെച്ചാലും പിടിച്ച് ഊണ് കഴിപ്പിക്കും ഈശ്വരൻ. അപ്പോ എന്നാലും അങ്ങനെ ഒരു അജ്ഞാനം നമ്മളുടെ ഉള്ളിൽ കിടപ്പുണ്ട്. നമ്മൾ പണിയെടുത്തിട്ടില്ലെങ്കിൽ എന്ത് നടക്കും എന്നാണ്. അപ്പൊ അതിനെ സമ്മതിച്ചു കൊടുത്തുകൊണ്ട് തന്നെ ആ കാമ്യകർമ്മം ചെയ്യുമ്പോഴും മനസ്സിനെ ഈശ്വരാർപ്പണം ചെയ്തുകൊണ്ട് പതുക്കെ 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 ആ കാമനയിൽ നിന്ന്, കർമ്മത്തിനെ ഉപേക്ഷിക്കണ്ട, കാമനയെ ഉള്ളിൽ നിന്ന് ഉപേക്ഷിക്കൂ എന്നാണ്. ആ കർമ്മം പഴയ പോലെ തന്നെ ചെയ്തുകൊള്ളൂ, ഓഫീസിൽ പോയിക്കോളൂ, ജോലി ചെയ്തോളൂ, ശമ്പളം വാങ്ങിച്ചോളൂ, അതിൽ നിങ്ങൾക്ക് ഉണ്ണാൻ എത്ര വേണോ അത്ര എടുത്തോളൂ. ഭാഗവതം അങ്ങനെയൊക്കെയാണ് പറയണത്. വളരെ പ്രാക്ടിക്കൽ. യാവത് ബ്രിയേത ജഠരം, എത്ര കണ്ടു വയറെന്നറിയോ അതൊക്കെ നിങ്ങൾ വീട്ടിൽ കൊണ്ട് കൊടുക്കുക, ഒക്കെ ചെയ്യട്ടെ, ഒക്കെ വിനിമയം ചെയ്യട്ടെ. ഭക്ഷണത്തിന് വേണ്ടതൊക്കെ നിങ്ങളും ഉപയോഗിച്ചുള്ള, ബാക്കി എന്തുണ്ടോ അത് ആർക്ക് വേണമെങ്കിലും ഉപയോഗിച്ച് കൊടുത്തുകൊള്ളുകയോ വ്യവഹരിക്കുകയോ ചെയ്യുക. സംഘമില്ലാതിരിക്കാൻ പഠിക്കുക. അങ്ങനെ കാമ്യകർമ്മ നിവൃത്തിച്ച് മോക്ഷധർമ്മരതിസ്തതാ എന്നൊക്കെ ഭാഗവതത്തിൽ പലയിടത്തും പറഞ്ഞു. മോക്ഷധർമ്മത്തിന് രതി ഉണ്ടാവണം, കാമ്യകർമ്മത്തിന് നിവൃത്തി ഉണ്ടാവണം, വിഹിത കർമ്മങ്ങളെ അനുഷ്ഠിക്കണം. ക്രമേണ 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 കർമ്മയോഗത്തിലേക്ക് വരണം. കർമ്മത്തിനെ എപ്പ കർമ്മയോഗമായി ചെയ്യും? കർമ്മം ചെയ്യുന്നു, ഫലത്തിൽ ഇച്ഛയില്ല, ഫലത്തിന് വേണ്ടി കർമ്മം ചെയ്യണില്ല, കർമ്മം തന്നെ ഭഗവത് ആരാധനയായിട്ട് ചെയ്യണു. അങ്ങനെയൊക്കെ ആവുമ്പോ അത് കർമ്മയോഗമായിട്ട് തീരും. സന്യാസം എന്ന് പറഞ്ഞാൽ എന്താ? സന്യാസം എന്ന് പറയണത് നമ്മൾക്ക് സ്വാഭാവികമായുള്ള കർമ്മം ഉണ്ടല്ലോ അതിനെയൊക്കെ ഉപേക്ഷിച്ച് ലോകബന്ധങ്ങളെയൊക്കെ വിട്ട് ബന്ധുക്കളെയൊക്കെ ഉപേക്ഷിച്ച് ധനത്തിനെയൊക്കെ ഉപേക്ഷിച്ച് സർവം സന്യസ്തം മയാ എന്ന് പറഞ്ഞ് ദണ്ഡകമണ്ഡലങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് ഏകാന്തത്തിൽ വേദാന്തം ഒരാചാര്യനിൽ നിന്നും കേട്ട് മനനം ചെയ്ത് ശ്രവണമനന നിധിധ്യാസനങ്ങൾ ചെയ്ത് പ്രണവജപം മുതലായിട്ടുള്ളതൊക്കെ ചെയ്തുകൊണ്ട് ഉപാസനയോടുകൂടെ ഒരു നേരം ഗ്രാമത്തിലോ മറ്റോ പോയി ഭിക്ഷയെടുത്ത് ഒരു രാത്രി മാത്രം ഒരു ഗ്രാമത്തിൽ എന്ന വിധിയോടുകൂടെ സഞ്ചരിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ ഇരിക്കുന്നതാണ് സാധനാദശയിലുള്ള സന്യാസം. ഇതിന് വിവിധിഷാ സന്യാസം എന്ന് പേര്. പരമഹംസ സന്യാസമല്ല, ഇത് സിദ്ധനല്ല. ഇയാള്
സത്യത്തിനെ നേടിയെടുക്കാൻ വേണ്ടി സന്യസിക്കുകയാണ്. ഈ സത്യത്തിനെ നേടിയെടുത്തിട്ടില്ല ഇയാൾ വൈരാഗ്യമുണ്ടായി ലോകം മുഴുവൻ ദുഃഖകരമാണെന്നറിഞ്ഞ് അതിനെ ഉപേക്ഷിച്ച് ആ സത്യത്തിനെ നേടിയെടുക്കാൻ വേണ്ടി, ഭഗവത് പ്രാപ്തിക്ക് വേണ്ടി അല്ലെങ്കിൽ ജ്ഞാനപ്രാപ്തിക്ക് വേണ്ടി ഉപേക്ഷിച്ച് ലോകത്തിൽ നിന്നും അകന്ന് പോകുകയാണ്. അപ്പോ ഇയാളിൽ പൂർവകർമ്മ പ്രാരബ്ധമൊക്കെ ഇയാൾക്ക് ധാരാളം ബാക്കിയുണ്ടെങ്കിൽ അത് ഇയാളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കും. നല്ല പക്വ ദശയിലാണ് ഒരാൾ വിട്ടുപോകുന്നതെങ്കിൽ, സന്യാസിയാവുന്നതെങ്കിൽ, അയാൾക്ക് ഒരു പ്രാവശ്യം മഹാവാക്യ ശ്രവണം ചെയ്താൽ തന്നെ അയാൾ പരമഹംസനാവും എന്നാണ് പറയുന്നത്. നല്ല പക്വ ദശയിൽ ഒരാൾ സന്യാസമെടുത്താൽ, സഹജമായി എല്ലാം വിട്ടുപോവുകയാണെങ്കിൽ അയാൾക്ക് ഒരു സദ്ഗുരു സമ്പത്തി ഉണ്ടായി ഉപദേശ ശ്രവണ മാത്രത്തിൽ ജ്ഞാനനിഷ്ഠ ഉണ്ടാവും. അല്ലാതെ സ്വയം അങ്ങോട്ട് കൽപ്പിച്ചിട്ടൊക്കെ ബാഹ്യമായിട്ടൊക്കെ ഉപേക്ഷിച്ചു പോകുന്ന ആളുകൾക്ക് പലപ്പോഴും അവരുടെ ശരീരത്തിന്റെ ഉള്ളില് കിടക്കുന്ന പ്രാരബ്ധവും ആ ശരീരം എന്തിനു വേണ്ടി ജനിച്ചുവോ അതുകൊണ്ട് അനുഭവിക്കാൻ വേണ്ടിയുള്ള വിഷമങ്ങളും ഒക്കെ തുടർന്ന് ഇവരെ ബുദ്ധിമുട്ടിക്കും. എന്താന്ന് വെച്ചാൽ ഇവർ ആന്തരികമായി ഇനിയും സന്യസിച്ചിട്ടില്ല. ആന്തരികമായി സന്യാസം എന്ന് വെച്ചാൽ നമ്മള് രാഗദ്വേഷമില്ലാതെ ലോകത്തിൽ ജീവിച്ച് ഉള്ളിലുള്ള പതുക്കെ പതുക്കെ ബാക്കിയുള്ള വാസനകളെ മുഴുവൻ ജ്ഞാനാഗ്നിയിൽ ഹോമിക്കുന്നതാണ് ആന്തരികമായ സന്യാസം. പോഷമേവ ദിവേ ദിവേ യശസം എന്നൊക്കെ വേദം ആദ്യത്തെ സൂക്തത്തിൽ തന്നെ, അഗ്നി സൂക്തത്തിൽ ഋഗ്വേദം പറയുന്നു. പുഷ്ടിപ്പെട്ട് 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 വരും അത്ര ഉള്ളില്. ഈ ഉള്ളില് രയ്യെ അഗ്നിയിൽ ഹോമിക്കും തോറും ജ്ഞാനമാവുന്ന അഗ്നി ജ്വലിച്ച് 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 വരുമെന്നാണ്. അത് ആന്തരിക സന്യാസമാണ്. ആ ആന്തരിക സന്യാസം കൊണ്ട് പൂർണ്ണമാവാത്ത ആള് ബാഹ്യമായി അതിനു മുൻപ് സന്യസിച്ചു കഴിയുമ്പോ ക്ലേശോ അധികതരസ്തേഷാം അവ്യക്താസക്ത ചേതസാം അവ്യക്താഹി ഗതിർ ദുഃഖം ദേഹവദ്ഭിഹി അവാപ്യത്തെ എന്ന് 12-ാം അധ്യായത്തിൽ ഭഗവാൻ പറയാൻ പോകുന്നു. വളരെ ക്ലേശം അവർക്കുണ്ട്. കാരണം അവര് അവ്യക്തം, അതായത് ശരീരാദി സംബന്ധമില്ലാത്തതും അജരവും അഭയവും വ്യക്തിത്വ സമ്പർക്കമില്ലാത്തതുമായ പൂർണ്ണപ്രജ്ഞയെ ബുദ്ധി കൊണ്ട് മാത്രം അറിഞ്ഞിട്ട് അതിനോട് ആസക്തിയായി അതിനെ കയറി പിടിക്കാൻ ശ്രമിക്കുന്നവരാണ്. അത് സ്വയം അനുഭവത്തിൽ വന്നവരല്ല. അവ്യക്ത, അവർക്ക് ദേഹമാണ് ഞാൻ എന്നുള്ള അഭിമാനം ഇനിയുണ്ട്. അവർക്ക് ആ അവ്യക്തത്തിൽ ഇരിക്കാൻ വിഷമുണ്ട്. ഈ കാര്യമാണ് ഇനി ഭഗവാൻ പറയാൻ പോണത്. അർജുനൻ ചോദിക്കണത്, ഭഗവാനെ സന്യാസമാണ് ലക്ഷ്യമെന്നങ്ങ് പറയണോ? അർജുനന്റെ ചോദ്യത്തിൽ തന്നെ അത് വ്യംഗ്യമാണ്. ഭഗവാനോട് പറയണത് സന്യാസമാണോ കർമ്മയോഗമാണോ? തയോസ്തു നിശ്രേയസകരമായിട്ടുള്ളത് എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരൂ. സന്യാസം കർമ്മണാം കൃഷ്ണ പുനർയോഗം ച ശംസസി യശ്രേയ ഏതയോരേഹം തന്മേ ബ്രൂഹി സുനിശ്ചിതം. ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് പറഞ്ഞുതരൂ. ക്ലിയർ ആയിട്ട് എനിക്ക് പറഞ്ഞുതരൂ. ഏകം വദ, ഏതെങ്കിലും ഒന്ന് പറയൂ. തന്മേ ബ്രൂഹി സുനിശ്ചിതം, നിശ്ചയമായിട്ട് എനിക്ക് പറഞ്ഞു തരൂ, ഞാനത് ചെയ്യാം. സന്യാസമാണോ, എല്ലാം ഉപേക്ഷിക്കണോ? അതാണെങ്കിൽ അത്. കർമ്മയോഗമാണോ, ഏതാണ്ട് ചെയ്യേണ്ടത്? അപ്പോ ഭഗവാന്റെ ഉത്തരം നോക്കാം.